കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 3-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ കണ്ണൂർ ജില്ലയിലെ പ്രകൃതി ഭംഗി നിറഞ്ഞ കൊട്ടിയൂർ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതി ഒരു വലിയ യാഗം നടത്തി. എന്നാൽ തൻ്റെ മകളായ സതീദേവിയുടെ ഭർത്താവായ പരമശിവനോടുള്ള വൈരാഗ്യം കാരണം ദക്ഷൻ ശിവനെ യാഗത്തിന് ക്ഷണിച്ചില്ല. ഇത് ചോദിക്കാൻ യാഗഭൂമിയിലെത്തിയ സതീദേവിയെ ദക്ഷൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. ആ അപമാനം സഹിക്കവയ്യാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. ഇതറിഞ്ഞു വന്ന് പരമശിവൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു. ശിവന്റെ നിർദ്ദേശപ്രകാരം ദക്ഷന്റെ യാഗശാഖ തകർക്കുകയും ദക്ഷന്റെ തല വെട്ടിയെടുക്കുകയും ചെയ്തു. ബ്രഹ്മാവിൻ്റെയും മറ്റു ദേവന്മാരുടെയും അപേക്ഷപ്രകാരം ശാന്തനായ ശിവൻ ദക്ഷന് ആടിൻ്റെ തല നൽകി ജീവിപ്പിച്ചു. യാഗം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. യാഗത്തിനു ശേഷം ദേവന്മാർ ഇവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു പൂജിച്ചു. കാലാന്തരത്തിൽ ഈ പ്രദേശം കാടുപിടിച്ചു കിടക്കുകയായിരുന്നു. പണ്ട് ഈ കാട്ടിൽ വേട്ടയാടാൻ വന്ന ഒരു യുവാവ് തൻ്റെ അമ്പ് മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ ഉരച്ചു. പെട്ടെന്ന് ആ കല്ലിൽ നിന്നും ചോര വരാൻ തുടങ്ങി. ഭയന്നുപോയ അയാൾ വിവരം മറ്റുള്ളവരെ അറിയിച്ചു. അങ്ങനെ നാട്ടുപ്രമാണികളും ജ്ഞാനികളും വന്ന് നോക്കിയപ്പോഴാണ് അത് ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്നും ആ കല്ല് സ്വയംഭൂവായ ശിവലിംഗമാണെന്നും മനസ്സിലാക്കിയത്. തുടർന്ന് അവർ അവിടെ ആരാധന പുനരാരംഭിച്ചു. കൊട്ടിയൂർ ക്ഷേത്രത്തിന് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിരവധി പ്രത്യേകതകളുണ്ട്. ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും ബാവലിപ്പുഴയുടെ ഇരുവശങ്ങളുമായാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ ഒരു വശത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രമുണ്ട്. ഇവിടെ വർഷം മുഴുവൻ പൂജയുണ്ടാകും. എന്നാൽ പുഴയ്ക്ക് അക്കരെയുള്ള അക്കരെ കൊട്ടിയൂരാണ് യാഗഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സാധാരണ ദിവസങ്ങളിൽ പൂജയോ മനുഷ്യപ്രവേശനമോ ഇല്ല. ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ആയില്യം വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസത്തെ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം അനുവദിക്കുന്നത്. ഈ സമയത്ത് താൽക്കാലികമായി നിർമ്മിക്കുന്ന പർണശാലകളാണ് പൂജകൾ നടക്കുക. അക്കരെ കൊട്ടിയൂരിൽ ശ്രീകോവിലോ വലിയ കെട്ടിടങ്ങളോ ഇല്ല. ബാവലിപ്പുഴയിലെ കല്ലുകൾ കൂട്ടിയിട്ടുണ്ടാക്കിയ മണിത്തറയിലാണ് സ്വയംഭൂവായ ശിവലിംഗമുള്ളത്. ഇതിനടുത്ത് സതീദേവി ആത്മാഹൂതി ചെയ്ത സ്ഥലമെന്ന് വിശ്വസിക്കുന്ന അമ്മാരക്കല്ലുമുണ്ട്. ഇവിടെ ആദിപരാശക്തിയാണ് ആരാധിക്കുന്നത്. ഇവിടെ വർഷത്തിൽ വെറും 28 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം ചോതി നക്ഷത്രത്തിൽ ആരംഭിച്ച് തൃക്കലശാട്ടത്തോടെയാണ് അവസാനിക്കുന്നത്. ഉത്സവത്തിലെ ആദ്യ പ്രധാന ചടങ്ങുകളിലൊന്നാണ് രേവതി വിളക്ക്. രേവതി നാളിലുള്ള ഈ പൂജയോടെയാണ് കൊട്ടിയൂരിലേക്ക് ഭക്തരുടെ വൻ ജനപ്രവാഹം ആരംഭിക്കുന്നത്. ഭഗവാന്റെ കോപമടക്കാൻ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ വരിവരിയായി തൈളയും നെയ്യും ഇളനീരുമായി പുഴ മുറിച്ചു കടക്കുന്നു. സ്വയംഭൂവായ ശിവലിംഗത്തിന് മുകളിൽ ആയിരക്കണക്കിന് ലിറ്റർ നെയ്യൊഴിക്കുന്ന നെയ്യാട്ടവും ഇളനീരാട്ടവും ഈ നാളുകളാണ് നടക്കുന്നത്. ഉത്സവത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് 11-ാം ദിവസം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് രോഹിണി ആരാധന. ഇവിടുത്തെ ഏറ്റവും അത്ഭുതകരവും വികാരനിർഭരവുമായ ചടങ്ങാണിത്. യാഗഭൂമിയിൽ വെച്ച് സതീദേവിയെ നഷ്ടപ്പെട്ട് ക്രോധാവിഷ്ണനായ പരമശിവനെ ശാന്തനാക്കാൻ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ കെട്ടിപ്പുണർന്നു എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ പ്രതീകമായി കൊട്ടിയൂരിൽ ആലിംഗന പൂജ നടക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ പ്രതിപുരുഷനായ കറുമാത്തൂർ നമ്പൂതിരിപ്പാട് ശ്രീകോവിലേക്ക് പ്രവേശിച്ച് സ്വയംഭൂവായ ശിവലിംഗത്തെ ഭക്തിയോടെ വലിഞ്ഞു മുറുകെ കെട്ടിപ്പിടിക്കുന്നതാണ് ഈ ചടങ്ങ്. ഈ രോഹിണി പൂജയുടെ സമയത്ത് മാത്രമാണ് ഭഗവാന് അമൃത് അഥവാ നിവേദ്യം സമർപ്പിക്കുന്നത്. ഇതിനൊപ്പം ദക്ഷന്റെ വെട്ടിമാറ്റിയ താടിയെ സൂചിപ്പിക്കുന്ന വെളുത്ത ഓടപ്പൂക്കൾ ഭക്തർ ഇവിടെ നേർച്ചയായി വാങ്ങുന്നു. രോഹിണി ആരാധന കഴിഞ്ഞാൽ പിന്നെ വരുന്ന മകം നക്ഷത്രം മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ല എന്നൊരു കടുത്ത നിയമമുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ പുരുഷന്മാർ മാത്രമാണ് പൂജകളിൽ പങ്കെടുക്കുക. ഉത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നടക്കുന്ന വലിയ വട്ടപൂജയും
പ്രകൃതി ശക്തികളെ ആവാഹിച്ചുള്ള തൃക്കലശാട്ടവും കഴിയുന്നതോടെ 28 ദിവസത്തെ ഈ മഹാ ഉത്സവത്തിന് സമാപ്തിയാകുന്നു. അക്കരെ കൊട്ടിയൂരിൽ നിർമ്മിച്ച താൽക്കാലിക പർണശാലകളെല്ലാം അപ്പോൾ തന്നെ പൊളിച്ചു മാറ്റും. പൂജാരിമാർ തിരികെ പോരുമ്പോൾ ആ കൽത്തറയിൽ ഒരു വലിയ വിളക്ക് തെളിച്ചു വെക്കും. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ കനത്ത മഴയിലും കൊടുങ്കാറ്റിനുള്ളിൽ ആ വിളക്ക് അണയാതെ കത്തുന്നത് ഇന്നും വലിയൊരു അത്ഭുതമാണ്. പിന്നീട് അടുത്ത 1 വർഷത്തേക്ക് അക്കരെ കൊട്ടിയൂർ വന്യമൃഗങ്ങൾക്കും പ്രകൃതിക്കും മാത്രമുള്ള ഇടമായി മാറും. മനുഷ്യർക്ക് അങ്ങോട്ട് പ്രവേശനമുണ്ടാകില്ല. മനുഷ്യനും പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന ഇത്രയും വന്യവും വികാരനിർഭരവുമായ മറ്റൊരു ഉത്സവം കാണാൻ ലോകത്ത് വേറെ എവിടെയും കഴിയില്ല. 20 Days 20 Stories ചലഞ്ചിൻ്റെ 4ാം ദിനമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.